അവിടെ റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇനി അങ്ങനെ തന്നെ എല്ലാം ക്ലോറിനേഷനും പമ്പ് റൂമെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി അവിടെ ഇരിക്കുന്നു കമ്പ്യൂട്ടറിൻ്റെ അവിടെ. പിന്നെ ഇനി അടുത്തുള്ള റൗണ്ടിങ് രാവിലെ 6 മണിക്ക്. ഇപ്പോഴത്തെ പോലെ തന്നെ ഒരു 6 റിപ്പീറ്റഡ്. പിന്നെ നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോവും. എങ്കിൽ കട്ട ശോകരി ഒരേ കാര്യം എപ്പോഴും ചെയ്ത് വരുമ്പോൾ ഇനി അവിടെ ചെന്ന് കുറച്ച് നേരം ഇരിക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോഴായിട്ടുള്ളൂ. പിന്നെ അവിടെ ചെന്ന് ഇരിക്കുന്നു കുറച്ച് നേരമല്ല. ഫോണ് ഫുൾ ചാർജാക്കി എടുത്തിട്ടുണ്ടെന്ന്. ഒരു 4 മണി വരെ ചാർജ് ചെയ്യണം. പിന്നെ വീണ്ടും കൊണ്ട് ചാർജ് ചെയ്തു. അയ്യോ അതെന്നാ പരിപാടി. ഇത് തന്നെ ചാർജർ എടുത്തോണ്ട് വരാം. പക്ഷേ 3 പിന്നൊക്കെ വേണം. അത് മെനക്കെട്ട കേസ്. അതിനേക്കാളും പോവുക, ചാർജ് ഇടുക, ഇവിടെ വന്നിരിക്കുക. ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ ചാർജ് ഫുള്ളാണ്. വീണ്ടും പോയി എടുക്കുക. ഇപ്പോൾ ഫുള്ള് സെറ്റിങ് ചെയ്യേണ്ടതുണ്ട് കമ്പ്യൂട്ടറിൽ. പക്ഷെ നമ്മളെ ലെവലൊന്ന് ഞാനല്ല കൺട്രോൾ ചെയ്യണം. അത് മെയിൻ സ്ഥലത്തൊന്ന് കൺട്രോൾ ചെയ്യണം നമ്മളെവിടുത്തെ. അപ്പം അവരതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഒരു സ്ഥലത്ത് പ്രഷർ കൂടുതൽ, അതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ കുറച്ച് വെച്ചതും അവർ കൂട്ടി അവർ അഡ്ജസ്റ്റ് ചെയ്തത്. ഫോണൊക്കെ ഒന്ന് ചാർജ് കിട്ടി, വെള്ളം ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് അല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ കോൾ ചെയ്യും ആവശ്യം ഉണ്ടെങ്കിൽ. അതാണ് അവിടെ ചുമ്മായിരുന്നു. ഒരു ഏകദേശം ഇങ്ങനെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ 5:30 ആകുമ്പം എല്ലാം ചെക്ക് ചെയ്യണം. പുക്കിയുടെ തണുപ്പ് പറഞ്ഞാൽ പുക്കിയുടെ തണുപ്പ് 6-7 നിൽക്കുന്നത് കേട്ടോ ടെമ്പറേച്ചർ. വരാൻ പറ്റും. ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോഴേ ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ഒരു 6 എല്ലായിടവും പോയിട്ട് ചെക്ക് ചെയ്തോ എങ്ങനെ ഇരിക്കും. എല്ലായിടവും ഇപ്പം റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ടെക്കത് കയറി ഉണ്ടാകുന്നിരിക്കും. നല്ല ഉറക്കം വന്നു. അയ്യോ നല്ല ഉറക്കം പറഞ്ഞു. തണുപ്പായോണ്ടേ ടൈമായി 10 മിനിറ്റ് കൂടി ഉള്ളൂ. ലൈറ്റിൽ ഓഫ് ചെയ്ത് എല്ലാം ഇറങ്ങി എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ വെളുത്തി ഇനി നേരെ പോവുക, പല്ല് കഴിക്കുക, ഡ്രസ്സ് കഴുകുക. ഐസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് നടക്കണം. മഞ്ഞും കൂടി വീണാൽ മതി, ബാക്കിയല്ല. പക്ഷേ ഇന്ന് മേഘം അങ്ങനെയില്ല. പക്ഷേ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസം നിന്നിട്ട് ഇന്നാണ് ഏറ്റവും തണുപ്പ്. നടക്കാൻ പറ്റില്ല. അത് തന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ ഇനി പോവുക, പല്ല് കഴിക്കുക, അത് തന്നെ പരിപാടി. പല്ല് കഴിക്കാൻ സമയമായി.
കുളിച്ച് കഴിഞ്ഞ് കുളിച്ചെന്ന് ഇപ്പോൾ പല്ലിയൊക്കെ തേച്ച് കഴിഞ്ഞ് സെറ്റായി. ഇനി പോയി തുണി കാണിച്ചിരണം. ഇനി കുളിക്കാനൊന്നും പറ്റുന്നില്ല. ഇനി ഞാൻ ചിലപ്പോൾ ഡയറക്റ്റ് ഫ്രിഡ്ജിനകത്തിരുന്ന പോലെയൊക്കെ തോന്നും. ഇപ്പോഴും എന്നാ ടെമ്പറേച്ചർ ഏകദേശം 10. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഡ്രസ്സും മാറി. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക. ഫുഡുണ്ടാക്കി കഴിക്കുക. അത് തന്നെ. ഇതൊക്കെ വേണ്ടി സാധനം എടുത്തുകൊണ്ട് വന്നു. ഇനി ഇതുണ്ടാക്കണം. ഇനി ഫുഡ് ഉണ്ടാക്കണം. കട്ട് ചെയ്തിട്ട് അത് തന്നെ പരിപാടി. സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. അയ്യോ. ഇനി കട്ടിയും പിടുത്തെല്ലാം കട്ടി കഴുകി വൃത്തിയാകും. മുട്ടയും സോസേജ് ചീസ് റെഡിയാക്കി കഴിഞ്ഞ് ഇനി ഇത് കഴിക്കുക. പിന്നെ അടുത്ത് ഭയങ്കര ഇത് തണുപ്പ്. കുറച്ച് കഴിഞ്ഞിട്ട് കോഫി ഉണ്ടാകും. ടീ ടൈം ബ്രദർ, ടീ ടൈം. അയ്യോ. ഇനി പറഞ്ഞാൽ ചായയും കുടിക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതും കുടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പോയി കിടന്നുറങ്ങണം. പിന്നെ അത് തന്നെ ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. ഇതും കുടിച്ചിട്ടാണ് പോയി വെയിലെത്തിക്കുക, ദേഹം ചൂടാവാൻ. അല്ലെങ്കിൽ ജലദോഷം പിടിച്ചോളാം ചിലപ്പോൾ. കിടന്നുറങ്ങാൻ പോകണം. ഗുഡ് നൈറ്റ് ഗൈസ്. ഉറക്കാൻ പറ്റുള്ളൂ. അയ്യോ. ഇപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കണം ഉണ്ടാക്കിയിട്ട്. ഫുഡ് ഉണ്ടാക്കാൻ വെച്ച് അത് കഴിച്ച് കഴിയുന്ന ഉടനെ ഫുഡ് കഴിച്ച് കഴിയുന്ന ഉടനെ ചെടിക്ക് വെള്ളം കഴിക്കണം. അത് ഒരു പരുവായി ഉണങ്ങി. രാവിലെ വെള്ളം ഒഴിച്ചില്ല. രാവിലെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും അഴുകി പോവും. രാത്രി വൈകുന്നേരം ഇപ്പം ഈ സമയപ്പോൾ ഉണങ്ങിപ്പോയി. ഭയങ്കര ചൂട്. ഒരു പരുവായി. റെഡിയാക്കി സെറ്റാക്കി ഇനി പോയി കഴിക്കണം. ജസ്റ്റ് എല്ലായിടം പോയി വെള്ളം ഒഴിക്കുന്നത് അത് തന്നെ. ഫുഡ് കഴിച്ച് തീരുന്നായിരുന്നു. ഇപ്പോഴായിട്ട് എല്ലായിടവും വെള്ളം, ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റാക്കി. ഇത് സൈഡ് വിത്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കണം. പൊടിച്ച് വരുമോ ഇതുപോലത്തെ ചെടിയിലാണ് നട്ടത്, വിത്തിട്ടത്. എവിടെയും വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. പോയി അടുത്ത പ്ലാനെന്ന് പറഞ്ഞാൽ ഒരു ചായ കുടിക്കും. കാരണം ഭയങ്കര തണുപ്പിപ്പം. ഈ ചൂടത്ത് നിന്നിട്ടും എൻ്റെ ബോഡി ഐസായിട്ടിരിക്കുകയും തണുപ്പായിട്ടിരിക്കുകയും ചൂട് കയറിയിട്ടില്ല വെയിൽ കൊണ്ടിട്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഏകദേശം ടൈം ആറ്. ഇനി ഫുഡ് എടുത്ത് വയ്ക്കുക, സെറ്റാക്കുക. പിന്നെ പോയി വിളിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പാണ്. ചായ കുടിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ പോയി തുണി എടുത്തിടുക. മനസ്സിലുണ്ട്. പിന്നെ ഫുഡ് റെഡിയാകുക. മാസ്റ്റർ പീസ്. ഇങ്ങനെയൊന്നും കിട്ടിയില്ല. നല്ല ഈ സമയമൊക്കെ അപ്പം അത് പോയി. റെഡിയാക്കിയത് പോയി തുണി നനച്ചിടുക. പിന്നെ ഡ്രസ്സ് മാറിപ്പോവുക, വീട്ടിൽ കയറുക.
ബാക്കിയെല്ലാം റെഡിയാക്കി. കുളിക്കാൻ പറ്റൂല. തുണി എടുത്തിടുക, തുണി നനച്ചിടുക, ഡ്യൂട്ടി കയറുക. ഡ്യൂട്ടി കയറാം. എപ്പോഴത്തെ പോലെ ചെല്ലുക, അവിടെ ഇരിക്കുക, എല്ലാം ചെക്ക് ചെയ്യുക. പിന്നെ ക്ലോറിനേഷൻ റെഡിയാക്കിയ തൂ ആ ജായഗാണ് ഉദർ. ഇനി നേരെ പോയി റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി നേരെ പോവുക, അവിടെ ഇരിക്കുക. ജസ്റ്റ് നമ്മൾ ചെറിയ രീതിയിൽ നോക്കുക, കമ്പ്യൂട്ടർ സെക്ഷനിലിരിക്കുക, സൈറ്റുകളെല്ലാം നോക്കുക. ഇപ്പം ഇനി ഒരു സൈറ്റുണ്ട്, ഇത് 7-8 മണി വരെ ആവോ. അതിന് മുമ്പേ അത് കോൾ വന്ന് അത് റെഡിയാക്കും. 7:30 ആകുമ്പോൾ കോൾ വരും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള 9 മണിക്കൂറിനെ നോക്കാറുണ്ട്, പിന്നെ 11 മണിക്ക് നോക്കാറുണ്ട്. പിന്നെ അടുത്തുള്ളത് എപ്പോൾ വേണോ വരും. 11 മണിക്ക് ശേഷം ഒരെണ്ണമുള്ളത് എപ്പോൾ വേണോ വരും. ഇപ്പോൾ 2 മണിക്ക്, ചിലപ്പോൾ 3 മണിക്ക്, ചിലപ്പോൾ 4 മണിക്ക്, ചിലപ്പോൾ 6 മണിക്ക്. പിന്നെ ഇത് ഇവിടെ ക്ലോറിനേഷൻ 2ാമത് ലീക്കായിരുന്നു. അവരിന്നും ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും. അങ്ങനത്തെ കാര്യങ്ങൾ. അയ്യോ, അടിപൊളി വ്യൂ അല്ലേ. പിന്നെ അടുത്ത നേരെ പിന്നെ കാത്തിരിക്കുക. പിന്നെ ഉള്ളത് റീഡിങ്ങിൻ്റെ ഫോട്ടോ എടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്ത് പാസ് ചെയ്ത് വീഡിയോ വയ്ക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക. അത്ര അതിവിടെ ഇരുന്ന് എല്ലാം ചെയ്യാൻ വന്നത് ചെയ്യാനില്ല. അതും കറക്റ്റാണ്. കോൾ വരുമ്പോൾ കോൾ പറഞ്ഞതിന് ജസ്റ്റ് വിളിച്ച് പറയുക, കുഴപ്പമില്ല, ഒന്നും ചെയ്യാൻ. ഏകദേശം 9 മണി അടുപ്പിച്ച്. ഇനി പോവുക, റീഡിങ്ങിൻ്റെ ഫോട്ടോ എടുക്കുക, എഴുതുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ദിസ് വീഡിയോ. ബൈ.